Hi friends, Food Safe Educator പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കടായി ചിക്കൻ ആണ്. കടായി ചിക്കൻ 1.5 കിലോ ചിക്കൻ കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1.5 കിലോ ചിക്കൻ തയ്യാറാക്കാനുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് മസാല തയ്യാറാക്കുമ്പോൾ കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 12 ഉണക്കമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം. ഇത്രയും നമുക്ക് എണ്ണ ഒഴിക്കാതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇതിലേക്ക് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ആ റോസ്റ്റ് ചെയ്ത മസാലക്കൂട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ വെള്ളമയം ഉണ്ടാവരുത്. ഇനി നമുക്ക് കടായി ചിക്കൻ തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ കടായി ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് ഞാൻ കടായി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ, അതുപോലെ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കണം എന്നില്ല. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇപ്പോൾ ഈ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സവോള, അപ്പോൾ ചെറിയ സവോളയായിരുന്നു, അതുകൊണ്ട് 2 എണ്ണം. വലിയ സവോളയാണെങ്കിൽ 1 മതിയാവും. 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ സവോള ഒന്ന് വഴണ്ടി വെച്ച് അടുത്തതായിട്ട് ഈ സവോളയിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഈ സവോള ചെറുതായിട്ടൊന്ന് വഴണ്ടി തുടങ്ങിയിട്ടുണ്ട്. 2 തക്കാളി, ചെറിയ തക്കാളി ആയിരുന്നു, അതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2 എണ്ണം ചേർത്ത് കൊടുക്കുവാണ്. തക്കാളി വെന്തുടഞ്ഞു വരണം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഉപ്പ് കുറച്ചിപ്പോൾ ചേർക്കാം, ബാക്കി കറി തയ്യാറാക്കുന്ന സമയത്തും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരട്ടെ. അപ്പോൾ ഈ തക്കാളി സവോളയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ തക്കാളി നമ്മൾ തവി കൊണ്ട് ഇങ്ങനെ ഉടയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് ഉടഞ്ഞു വരാൻ പാകമായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തു എന്നുള്ളത്. അപ്പോൾ അതുപോലെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. അപ്പോൾ നമ്മൾ മല്ലി, മുളക്, കുരുമുളക്, ജീരകം എല്ലാം കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ആ മസാലയൊക്കെ ഇട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് പാകമായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ചിക്കൻ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ആ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ വേവാനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി വരും. അപ്പം മസാല പൊടിച്ച് മിക്സിയിലേക്ക് തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പം ഉപ്പ് പാകത്തിനുണ്ട്. ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിയാൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ വെള്ളം കുറച്ച് വറ്റി വരുമ്പോൾ ഈ മസാല ഈ ചിക്കനിലേക്ക് പിടിക്കും. ഇപ്പോൾ വെള്ളം അത്യാവശ്യം നന്നായിട്ടുള്ളതുകൊണ്ടാണ് മസാല കുറവായിട്ട് തോന്നുന്നത്. ഇനി ഈ ചിക്കൻ ഞാൻ അടച്ചു വെക്കുവാണ്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കടായി ചിക്കൻ വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഒരു പകുതി ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നമുക്കിനി കടായി ചിക്കൻ ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. ടേക്ക് കെയർ, ബൈ.